എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2151 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരളം. ഡോക്ടർ RK ന്യൂ ലൈഫ് അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയുടെ സ്ഥാപകൻ. സാറിനോടൊപ്പം ഡോക്ടർ സൂര്യ രാജ് BSMS കൂടി ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വിഷയം COPD ചികിത്സയും ഹോമിയോപ്പതിയും ചികിത്സാനുഭവങ്ങൾ രണ്ടാം ഭാഗമാണ്. അസസിംഗ് ദ കേസ് യൂസിംഗ് ഹിഡൻ പ്രോട്ടോകോൾ ആൻഡ് ഫൈൻഡിങ് ഔട്ട് സിമിലിമം യൂസിംഗ് മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ എന്നതാണ് ഇന്നത്തെ വിഷയം. സാർ നമുക്ക് 3 സെഷനായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ അപ്രോച്ച് ടു COPD കേസസ് ഇൻ ഹോമിയോപ്പതിക് പ്രാക്ടീസ് എന്ന പാർട്ട് 1 ആയിട്ട് എടുത്തത്. അതിനകത്ത് നമുക്ക് സൂര്യ രാജീവ് നമ്മുടെ ഫിസിയോളജിയും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെയും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെയും ഫിസിയോളജിയും അതുപോലെ പദോസ് ഫിസിയോളജിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. അതുപോലെ രാധാകൃഷ്ണൻ സാർ നമുക്ക് കേസ് ടേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും നമുക്ക് തന്നു. ഇന്ന് തുടർച്ചയായിട്ട് അതിൻ്റെ COPDയുടെ ചികിത്സയും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറിനെയും ഡോക്ടർ സൂര്യ രാജീവിനെയും സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ആരംഭിക്കാം. എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ? അതെ, ഓഡിബിൾ അല്ലേ? അതെ, കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ക്ലാസ് COPD ക്ലാസ്സിനെ പറ്റി പറഞ്ഞത് 2ാം ദിവസമാണ്, 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ജനറൽ ആയിട്ടുള്ള, അതായത് ആ ഒരു സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടർ സൂര്യ കുറെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്നിപ്പോ നമ്മള് assessing the case using hidden protocol and finding out simillimum using method of triangle എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അതിപ്പോ മുഴുവൻ കഴിയാന്ന് പറയുന്നത് ചിലപ്പോൾ നടന്നൊന്നും വരില്ല, എങ്കിലും ഹിഡൻ പ്രോട്ടോകോൾ കഴിയുന്നിടത്തോളം കഴിയട്ടെ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന ഒരു കേസ്, നമ്മുടെ മുൻപിൽ വരുന്ന ഒരു രോഗി അല്ലെങ്കിൽ ഒരു കേസ് നമ്മൾ വരുമ്പോൾ അതിന് നമ്മളെല്ലാവരും അസസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ അറിവും അവരവരുടെ ഇതിനെക്കുറിച്ചുള്ള നോളജ് അനുസരിച്ച് ഏത് രോഗികളെ അസസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ആ എടുക്കുന്നതിനോട് ഇൻ അഡീഷൻ ടു ദാറ്റ്, അതിനോട് അനുബന്ധിച്ച് നമ്മളിവിടെ എന്താണ് കേസ് യൂസിങ് ഹിഡൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റമാണ് ഇന്ന് പറയുന്നത്. പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, പുതിയ ഒരു മെത്തേഡ് ആകുമ്പോൾ, കാരണം എല്ലാവർക്കും ഇത് സുപരിചിതമല്ലാത്തത് കൊണ്ട് ഒരു സംശയവും വേണ്ട, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളിതിൽ എന്താ പറയാൻ കാരണം, നമുക്കിന്ന് അറിയാം പല ഡോക്ടേഴ്സും പലതരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് ആണ് എടുക്കുന്നത്, അല്ലേ? ചിലവർ കീനോട്ട് പ്രിസ്ക്രിപ്ഷൻസ് ആണ്, ചിലർ പത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ആണ്, ചിലർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ആണ്, ചിലർ കംപ്ലൈൻറ്റിനെ നോക്കിക്കൊണ്ട് അപ്പം ട്രീറ്റ് ചെയ്യും. പിന്നെ ആൻറ്റി മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ്, സ്പെസിഫിക് ട്രീറ്റ്മെന്റ്, ഡയഗ്നോസ്റ്റിക് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ചികിത്സകളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡോക്ടേഴ്സും അവരവരുടെ യുക്തിക്കനുസരണവും അവരവരുടെ അറിവനുസരിച്ചും അവർ ഉപയോഗിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ഈ പല രീതിയിലുള്ള മെത്തേഡുകൾക്കുപരി നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അതാണ് ഇപ്പോൾ ഞാനൊരു മരുന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലത്ത് ചെന്നാലും എല്ലാം ഡോക്ടേഴ്സിൻ്റെയും പ്രിസ്ക്രിപ്ഷൻസ് വ്യത്യസ്തമായി കാണും. പക്ഷെ എല്ലാവരുടെയും നോട്ടത്തിൽ അതാത് രോഗങ്ങൾ എല്ലാവരും മാറ്റാറുമുണ്ട്. ഇനി ഒരു കേസുകളും മാറാതെ ഇരിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എല്ലാ സിംറ്റം സിമിലാരിറ്റി, എല്ലാ തരത്തിലുള്ള ക്ലാസിക് അപ്രോച്ച് കൊടുത്താലും നമ്മളെല്ലാവരും ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായി? ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്. ഇത് ഒരു പ്രശ്നമാണ്. രീതികളെ
എല്ലാവർക്കും ഒരു മെത്തേഡ് ഓഫ് അപ്രോച്ച് എങ്ങനെ വേണം എന്ന് നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലോ. നെറ്റ് പ്രോബ്ലം ഉണ്ട്, എനിക്കും തോന്നി. അപ്പൊ ഞാൻ സാർ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കാമോ? ഡോക്ടർ സൂര്യ കാഴ്ചപ്പാട് ഒരുപോലെ വരിക യൂസ്ഫുൾ ആകും സാറേ എന്നുള്ളതാണ്. ഈ സാറേ കുറച്ച് ഭാഗം എങ്ങനെയാണ് ഒരു കേസിൽ നമ്മൾ സാറേ കുറച്ച് ഭാഗം കേൾക്കാൻ പറ്റിയില്ല സാറേ. അൺമ്യൂട്ട് ചെയ്യോ? കേൾക്കാൻ പറ്റിയില്ലായിരുന്നു കുറച്ച് ഭാഗം. കേൾക്കുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ അത് കേൾക്കുന്നു. പെട്ടെന്ന് കട്ടായി പോയ പോലെ. ആദ്യം പറഞ്ഞ കേട്ടില്ല സാറേ. ഏതാണോ പറഞ്ഞ? ഞാൻ എവിടെയാ അല്ല, ആദ്യം പറഞ്ഞു? തുടക്കം മുതലേ കേട്ടില്ല. അത് ഏറ്റവും ആദ്യത്തെ അതും കേട്ടു, പിന്നെ പറഞ്ഞു വന്നത് കേട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒരു മിനിറ്റ് 1.5 മിനിറ്റോളം കേട്ടില്ല. ഓക്കെ എന്നാ ഒന്നുകൂടി പറയാം. അത് നമ്മൾ ഇങ്ങനെ മാറ്റി പോകണം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഇപ്പൊ കേക്കാം. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ ടൂൾ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. എന്താണ് ഈ പറയാൻ പോണേന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാവും. ഈ ഉത്കണ്ഠയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അത് എടുക്കാനുള്ള കാരണം നമ്മൾ എല്ലാവരും ഇപ്പൊ ഏത് അലോപ്പതി ഡോക്ടർ ചികിത്സിക്കുകയാണെങ്കിലും മരുന്നുകളുടെ ബ്രാൻഡ് നെയിംസ് മാറിയാലും മെത്തേഡ് ഒരേപോലെ തന്നെയാണ്. നമ്മൾ എവിടെ പോയിട്ട് സ്പെഷ്യലിസ്റ്റുകളെ കണ്ടാൽ ഹോമിയോപ്പതിയില് എൻ്റെ അടുത്ത് വരുന്ന ഒരു രോഗിയുടെ ചികിത്സ വരുന്നതും വേറൊരാളുടെ തരുന്നതും വ്യത്യാസമാണ്. പക്ഷെ രണ്ടുപേരുടെ അടുത്ത് വരുന്ന രോഗം മാറിപ്പോയി, അല്ലേ? സാധാരണ നമ്മൾ കാണാറുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ്? ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഉത്തരം പറയാനും പറ്റും കേട്ടോ. അത് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ നമ്മൾ ഓരോരുത്തരും ഈ പ്രിസ്ക്രിപ്ഷൻസ്, അതായത് പലതരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേക്കാം. കീനോട്ട് പ്രിസ്ക്രിപ്ഷൻ, കീനോട്ടിനെ ബേസ് ചെയ്തിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ പത്തോഫിസിയോളജിക്കൽ അപ്രോച്ചിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കംപ്ലൈന്റിനെ ബേസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആന്റി മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. അതുപോലെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നതുണ്ട്. ഡയഗ്നോസിസ്. എത്ര തരം പ്രിസ്ക്രിപ്ഷൻസ് ആണ് നമുക്കുള്ളത്? നമുക്കൊരു പാറ്റേണൈസ് നമ്മൾ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ ആ പാറ്റേണൈസേഷൻ ആണ് ഉദ്ദേശിച്ചിട്ടാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരത്തക്ക രീതിയിൽ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അന്വേഷിച്ച് നടന്ന് ഒരു രക്ഷയില്ല. എല്ലാവരുടെ അടുത്ത് ചോദിക്കുമ്പോഴും എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ പറയും. എന്താ പറയണേ? ഒരാളുടെ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പറയും, വേറൊരാൾ വേറെ തരത്തിൽ പറയും. നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. അപ്പൊ അത് മനസ്സിലായത് എന്താണ്? നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി? ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ഡോക്ടേഴ്സും ഇഷ്ടം പോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം എൻ്റെ ഈ രോഗി ഇന്ന പേഷ്യൻ്റ് ആണ്. അത് എങ്ങനെയാണെന്നൊന്ന് പറയാൻ സാധിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരുന്നു. നമ്മളെ ഈ മധുരം, ഇപ്പൊ പഞ്ചസാര എന്താന്ന് ചോദിച്ചാൽ മധുരമാണെന്ന് എല്ലാവർക്കും അറിയാം. മധുരത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് പറ്റാത്ത പോലെ നമ്മുടെ ഓർഗനോണിലുള്ള വാചകം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു സംഭവം കൊണ്ടിട്ടിരിക്കുന്നു. അതിനെ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തതാണ്. ആ ബൗണ്ടറി സെറ്റ് ചെയ്തതാണ് നമ്മൾ ഇപ്പോൾ സിമിലിമം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതി. അപ്പൊ ഒരു രോഗി വന്നാൽ രോഗത്തെ ഓഡിബിൾ ആണല്ലോ അല്ലേ പറയണത്? ശരിയാണ്. കേട്ടില്ലെങ്കിൽ പറയാം സാറേ, കേട്ടില്ലെങ്കിൽ പറയാം, കേൾക്കാതെ വരുമ്പോ പറയാം. സാറ് കണ്ടിന്യൂ ചെയ്തു. ഞാൻ പറഞ്ഞത് പിന്നെ പറയുമ്പോ എനിക്ക് പിടിയിട്ടില്ല. അപ്പൊ ഒരു പേഷ്യൻ്റായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരാള്, ഒരു രോഗി, ഈ രോഗി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ഒരു പേഷ്യൻ്റ് ആവണത്? ആ ശരിയായ ഒരു ഹെൽത്തി സ്റ്റേറ്റിൽ നിന്ന്
ഒരു വ്യതിയാനം വന്ന് ഒരു അസുഖം ആയി വരുന്ന ഒരാളാണ്, ഒരു സിക്ക് പേഴ്സൺ, ഒരു ഡിസീസ് ഓൾറെഡി സഫറിങ് ആണ്. അപ്പൊ നമുക്ക് നോർമലായിട്ടുള്ള ഒരു വ്യക്തിയെ മനസ്സിലായാൽ മാത്രമല്ലേ ഒരു അബ്നോർമലും സബ്നോർമൽ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചറൽ ഓർ ദാറ്റ് ഈസ് അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ, ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഐദർ സബ്നോർമൽ ഓർ അബ്നോർമൽ, എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതുകൊണ്ടാണ് ബേസ് ഇട്ടുകൊണ്ട് നമ്മള് ഈ പുറം രാജ്യങ്ങളിലുള്ള ഹോമിയോ, ഇപ്പം നമ്മുടെ സാമൂഹ്യ അനിമേനായാലും കെൻഡായാലും എല്ലാവരും അവർ അലോപ്പതിക് ഡോക്ടേഴ്സാണ്. അവർക്ക് ശരിക്കും എല്ലാം അനാറ്റമിയും ഫിസിയോളജിയും തറവാണ് അവർക്ക്. നമ്മൾ മെറ്റീരിയൽ മെഡിക്കലിലേക്ക് മാറിപ്പോകുന്നതിന് പകരം മറ്റേത് വിട്ടിട്ട് പോകുന്നു. അത് വിടാതെ ആ ഒരു നോർമൽ ഇൻഡിവിജ്വലിനെ പഠിച്ചിട്ട് നോർമലിൽ നിന്ന് അബ്നോർമലോ സബ്നോർമലോ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അടിസ്ഥാനപരമായി നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള അറിവും എല്ലാ ഹോമിയോ ഡോക്ടേഴ്സിനും ഉണ്ടായിരിക്കണം. വെറും കേവലം മെറ്റീരിയൽ അല്ലെങ്കിൽ ഓർഗനോണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ബുക്സോ മാത്രമല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ പെട്ടെന്ന് ഇപ്പം ഹിഡൻ പ്രോട്ടോകോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വലിയ സംഭവം ഒന്നുമല്ല, നിങ്ങൾ അറിയുന്ന ഒരു കാര്യം. അപ്പം ഹിഡൻ പ്രോട്ടോകോളിൻ്റെ ഒരു ഡെഫിനേഷൻ മാത്രം ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഹിഡൻ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ സ്കോർ ചെയ്യാണ്. എന്ത് ഹിഡൻ പ്രോട്ടോകോളിൽ ഇത് വ്യക്തമായിട്ട് സൂര്യ ഡോക്ടർ പറഞ്ഞു തരും കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ജനറലായിട്ട് പറയുന്നേ ഉള്ളൂ. ഹിഡൻ പ്രോട്ടോകോൾ എന്താണെന്നൊക്കെ ആ കുട്ടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഹിഡൻ പ്രോട്ടോകോൾ പ്രകാരം ഏതൊരു രോഗി നമ്മുടെ മുൻപിൽ വന്നാലും നമ്മൾ 6 ലെവലാക്കി തിരിച്ചിരിക്കുകയാണ്. എല്ലാ പേഷ്യന്റിനെയും 6 ലെവൽ. ഈ 6 ലെവല് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഹിഡൻ പ്രോട്ടോകോൾ സ്കോറിംഗ്, ദാറ്റ് ഈസ് HP സ്കോർ വഴിക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചിട്ട് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6 6 തട്ടിലായിട്ട് മാറ്റി. ഈ 6 തട്ടില് അവിടെ സിംറ്റംസ് മാത്രം ട്രീറ്റ് ചെയ്യേണ്ട ലെവൽ 1 തൊട്ട് പാലിയേറ്റീവ് ആയ ലെവൽ 6 വരെയുള്ള 6 സ്റ്റേജസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ദാറ്റ് ലെറ്റ് ഷീ കണ്ടിന്യൂ. ഇപ്പോൾ HP സ്കോറിംഗ് സിസ്റ്റം ഈസ് എ ടൂൾ ദാറ്റ്, വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല, എഴുതണമെങ്കിൽ പതുക്കെ നിർത്തി പറഞ്ഞുതരാം. HP scoring system is a tool that evaluates physical, mental, emotional, historical, and disease states to generate a comprehensive plan of treatment. ഹിസ്റ്ററിക്കൽ, Clear ആയോ? ഇമോഷണൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡിസീസ് സ്റ്റേറ്റ്സ്, അവസ്ഥകൾ, സ്റ്റേറ്റ്സ് STATS, ടു ജനറേറ്റ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ്. ഇതാണ് HP സ്കോർ. അപ്പൊ HP സ്കോർ ഉപയോഗിച്ച് നമുക്ക് രോഗികളുടെ രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച് രോഗികളെ തരം തിരിക്കാം. ആ തരം തിരിച്ച് കഴിയുന്നത് കൊണ്ട് ഏത് തരത്തിലുള്ള ചികിത്സ എടുക്കണമെന്ന് നിശ്ചയിക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് ലെവൽ 1-ലാണെങ്കിൽ സിംറ്റംസ് മാത്രമേ വേണ്ടൂ എങ്കിൽ ലെവൽ 2-ലെ ഇതിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. 36 മാർക്കാണ് ആകെ ഇടുന്നത്. അപ്പോൾ ബിലോ ഇപ്പോൾ ഒരു 6 to 10 മാർക്കാണെങ്കിൽ സിംറ്റംസ് മാത്രം മതി. വെറും സിംറ്റമിന് മാത്രം ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ സിംറ്റം പാത്തോളജി അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞോളൂ. അത് ഇനി സൂര്യ വിവരിച്ചോളും കേട്ടോ, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ലെവൽ 1, ലെവൽ 2 ആ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്കൊരു പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആ രോഗിക്ക് ഏത് തരത്തിലുള്ള ചികിത്സ കൊടുക്കണമെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റും. അപ്പം ലെവൽ 4th, 5th, 6th, 5th-ഉം 6th-ഉം പ്രോബ്ലം ആണ്. ഇതിൻ്റെ പ്രകാരം 4th ലെവൽ വരെ
സിമിലിമം അന്വേഷിക്കണ്ട. നിങ്ങൾക്ക് എന്ത് മരുന്ന് കൊടുത്താലും മാറും. നിങ്ങൾ സിംറ്റം അനുസരിച്ച് ട്രീറ്റ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു 4th ലെവൽ ഓൺവേഡ്സ് കേസ് മാറി. ബിക്കോസ് അവിടെ നമുക്ക് ലാബ് ഇൻവെസ്റ്റിഗേഷൻ, സർജറി ആൻഡ് എവറിത്തിങ് ദാറ്റ് വിൽ കം അറ്റ് ദി സ്റ്റേജ് ഓഫ് ലെവൽ 4. അവിടം തൊട്ട് അതിൻ്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാനും നമ്മൾ എടുക്കണം. 5th ലെവലിൽ വരുമ്പോഴാണ് ഈ ഹിഡൻ പ്രോട്ടോക്കോളും എൻ്റെ ഈ മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിളും പ്രകാരം സിമിലിമം ആവശ്യമുള്ള ഒരേ ഒരവസ്ഥ. 4th ലെവൽ കഴിഞ്ഞാൽ അലോപ്പതിക് ഡോക്ടേഴ്സ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു പാലിയേറ്റീവ് സ്റ്റേജ്. 6th സ്റ്റേജിലേക്ക് കടക്കും. നമ്മൾ 4th ലെവൽ കഴിഞ്ഞാൽ 5th ലെവലിലേക്ക് കടത്തി എല്ലാത്തിനും ഇൻ അഡീഷൻ ടു ഓൾ ഓഫ് ദ ട്രീറ്റ്മെന്റ് വിച്ച് വാസ് അഡാപ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം പ്ലസ് വി ആർ യൂസിങ് ദ സിമിലിമം. അവിടെയാണ് സിമിലിമത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ നമ്മളൊരു സിംറ്റം പറഞ്ഞെടുത്ത് സിമിലിമം അന്വേഷിക്കണം, ആവശ്യമുണ്ടോ ഇല്ലയോ? ദാറ്റ് യു ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഒരു സിംറ്റമിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, ഗ്രേഡ് ചെയ്യണം, അല്ലേ? അത് ഏത് ഓർഗനെയാണ്, വൈറ്റൽ ഓർഗൻ എഫക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അപ്പൊ വി ഹാവ് ടു ഇവാലുവേറ്റ് ദ സിംറ്റം. ദാറ്റ് ഈസ് അത് അതിന്റെ വെയ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞവണ പറഞ്ഞു തൂക്കി നോക്കണം. ഓരോ സിംറ്റം ആവശ്യമുള്ളതാണോ എന്ന് തൂക്കി നോക്കണം എന്ന് കഴിഞ്ഞവണ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ആ സിംറ്റമിനെ നമ്മൾ ഓരോന്നിനെയും വിലയിരുത്തുമ്പോൾ എവിടെ ഏതിനൊക്കെ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായ ഒരു പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഷുവറാണ്. ഇത് ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് 5th ഉം 6th ഓരോ കേസ് പ്രസന്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഹിഡൻ പ്രോട്ടോകോൾ സ്കോറിംഗ് സിസ്റ്റം നിങ്ങൾക്ക് എന്തിനു പറ്റും? ഏത് രോഗികളെയും നമ്മുടെ മുൻപിൽ വരുമ്പോൾ ആ രോഗി ഏതവസ്ഥയിലാണ് എന്നും ആ രോഗിക്ക് ഏത് തരത്തിലുള്ള ചികിത്സയാണ് കൊടുക്കുന്നതെന്നും നിർണ്ണയിക്കാൻ കഴിയും. ഇനി സൂര്യ ഡോക്ടർ ഹിഡൻ പ്രോട്ടോകോളിനെ പറ്റി ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ 2ാമത്തെ സ്റ്റേജിലേക്ക് കടക്കാം. പോരെ? അപ്പൊ സൂര്യ കേൾക്കാമോ? മോളെ ഹിഡൻ പ്രോട്ടോകോള് ലെവൽസ് അടക്കം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോ ഹിഡൻ പ്രോട്ടോകോള് ഡോക്ടർ പറഞ്ഞിരുന്നു. അതായത് ഹിഡൻ, നമുക്കറിയാം നമ്മളൊരു WHO ഒരു ഡെഫിനേഷൻ പ്രകാരം ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം, മെന്റലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം, ഇമോഷണലി ഹെൽത്തി ആയിരിക്കണം. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഏരിയയിലും ആള് ഹെൽത്തി ആയിരിക്കണം. ഈ ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരു ക്രൈറ്റീരിയ, അതായത് ഒരു മനുഷ്യൻ ഇപ്പൊ ഞാൻ എന്ന വ്യക്തി പോലെ ആയിരിക്കില്ല രാധാകൃഷ്ണൻ ഡോക്ടർ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ ഓരോ ആൾക്കാർ യുണീക്കാണ്. അപ്പൊ ഓരോ ആൾക്കാർ ആ എസെൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഡൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഹിഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ അബ്രിവേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഹിഡൻ എന്ന് പറയുമ്പോൾ H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെൽത്തി. ഈ ഹെൽത്തി, അതായത് ഹെൽത്തി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലി നമ്മൾ പറയും, ഫിസിക്കൽ ജനറൽസ് ചോദിക്കുന്നുണ്ട് തേഴ്സ്റ്റ് എങ്ങനെയാണ്, അപ്പറ്റൈറ്റ് എങ്ങനെയാണ്, സ്റ്റൂൾ എങ്ങനെയാണ്. അപ്പൊ ഒന്നെങ്കിൽ പേഷ്യന്റ് പറയും നോർമൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ അവര് പറയും കുറവാന്ന് പറയും. അപ്പൊ ഈ നോർമൽ ആണെങ്കിൽ 0 മാർക്ക് കൊടുക്കാം, അബ്നോർമൽ ആണെങ്കിൽ അല്ലെങ്കിൽ കുറവോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് 0.5 അങ്ങനെ മാർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു മാർക്ക് ബേസിലാണ് ഈ ഒരു സിസ്റ്റം പോണത്. അപ്പോൾ ഹെൽത്തിൽ തന്നെ നമുക്ക് ഫിസിക്കൽ ജനറൽസ് വരും, മെന്റൽ ജനറൽസ്. ചില ആൾക്കാർക്ക് ഉണ്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം ഭയങ്കരമായിട്ട് അവർ എഫക്ട് ചെയ്യും. അതായത് പെട്ടെന്ന് സ്ട്രെസ് വരുന്ന ആൾക്കാര്, സ്ട്രെസ് വന്നാൽ ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്, സാധനങ്ങൾ വലിച്ചെറിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ മെന്റൽ ഒരു സ്റ്റേബിൾ അല്ല നമുക്ക് പറയാം. അവരുടെ ലെവൽ അവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. മെന്റലി അവർ ഹെൽത്തി അല്ല എന്ന് പറയാം. അങ്ങനെ ഫിസിക്കലി, മെന്റലി, അതുപോലെ തന്നെ ഇമോഷണലിയും കുറെ ആൾക്കാർക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ആൾക്കാരുണ്ട്. സങ്കടം വന്നാൽ പൊട്ടിക്കരയുന്ന ആൾക്കാരുണ്ട്, സന്ദർഭം ഒന്നും നോക്കാണ്ട് പൊട്ടിക്കരയുന്ന ആൾക്കാര്. അപ്പൊ അവരൊന്നും മെന്റലി നമുക്ക് ഹെൽത്തി എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഹെൽത്ത്, അതായത് അപ്പൊ ആദ്യത്തെ അബ്രിവേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് നമ്മൾ യൂഷ്വലി ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം. അതായത് ഫിസിക്കൽ ജനറൽസ് നോർമൽ ആയിരിക്കണം, മെന്റൽ ജനറൽസ് നോർമൽ ആയിരിക്കണം. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ ചോദിക്കുമ്പോൾ ഇപ്പൊ PCOD ഉള്ള ഒരാൾക്ക് ഇപ്പോ അവർക്കൊരു ഡയബറ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അതൊരു നോട്ട് ചെയ്യണ്ടായി. അവർക്ക് അപ്പൊ തന്നെ മാർക്ക് കൂടും. അവിടെ മാർക്ക് കൂടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കൂടുതലായിരിക്കണം. അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി, മെന്റലി, അതുപോലെ ഫാമിലി ഹിസ്റ്ററി നോക്കണം, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി നോക്കണ ആൾക്കാർ. ഇപ്പൊ ആസ്മയൊക്കെ ഉള്ള ആൾക്കാർ വരാണെങ്കിൽ നമ്മൾ കുറെ നാളായിട്ട് 5 വർഷമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുകയാണെങ്കിലും അവിടെയും അവർക്കൊരു പെത്തോളജി അവിടെ വന്നിട്ടുണ്ടാവും, കുറെ കാലങ്ങളായല്ലോ.
അപ്പൊ അതുപോലെ ആ ഒരു പാറ്റേൺ ഹെൽത്തിൽ വരുന്നത്. അതായത് നമ്മൾ യൂഷ്വലി കേസ് ടേക്കിങ്ങിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് ഫിസിക്കൽ ജനറൽസ് ചോദിക്കുക, മെന്റൽ ജനറൽസ് ചോദിക്കുക, ഫാമിലി ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി, ഇതിലൊക്കെ ആ ഒരു ബേസിസ് വെച്ച് സ്കോർ ചെയ്യുക. അതാണ് പറഞ്ഞത്. അപ്പൊ ഹെൽത്തിൽ ഹിഡനിൽ ആദ്യം എച്ച് കഴിഞ്ഞു. ഇനി ഐ ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി. അതായത് ചില ആൾക്കാർ പറയും എനിക്ക് ചെറിയ രീതിയിലൊരു തലവേദനയുണ്ട്, എനിക്ക് ഇവിടെ ആയിട്ടൊരു വേദന ഉണ്ടെന്ന്. എന്നാൽ ചില ആൾക്കാർക്ക് എനിക്ക് തലവേദനിച്ചിട്ട് കണ്ണ് പോലും തുറക്കാൻ പറ്റണില്ല, ജോലി പോലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ ആൾക്കാർക്കും ഓരോ ഇന്റൻസിറ്റി ആണ്. ചില ആൾക്കാർ ഹൈപ്പോകോൺട്രിയാക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചെറുത് അങ്ങനെ വലുതാക്കി പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ഇന്റൻസിറ്റിക്ക് വേരിയേഷൻ വരുമ്പോഴും നമ്മുടെ സ്കോറിൽ മാറ്റം വരുന്നു. അതായത് ചെറിയ രീതിയിൽ തലവേദനയുള്ള ആൾക്കുള്ള സ്കോർ ആയിരിക്കില്ല അതുപോലെ തന്നെ അതായത് പെരുപ്പിച്ച് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ നോക്കണ്ട. ഇന്റൻസിറ്റി നമുക്ക് കാണാൻ, ചില ആൾക്കാരെ കണ്ണ് ഇങ്ങനെ ഭയങ്കര ചെറുതായിരിക്കും, അപ്പൊ നമുക്കറിയാം വേദനയുടെ ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ അതാണ് ഇന്റൻസിറ്റി വെച്ചിട്ട് നമുക്ക് സ്കോറിംഗ് നടത്താം. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് എച്ച് ഐ. അപ്പൊ ഹെൽത്ത് കഴിഞ്ഞു, ഇന്റൻസിറ്റി കഴിഞ്ഞു, പിന്നെ വരുന്നത് ഡ്യൂറേഷൻ. അതായത് ചില ആൾക്കാർ വന്ന് പറയും ഇന്നലെ എനിക്ക് ഈ ആഴ്ച തൊട്ട് നല്ല നടുവേദനയാന്ന് പറയും. എന്നാൽ ചില ആൾക്കാർ പറയും എനിക്ക് 5-6 വർഷമായിട്ട് നടുവേദനയുണ്ടെന്ന്. അപ്പൊ ഇന്നലെ തുടങ്ങിയ ആ ഒരു നടുവേദന ട്രീറ്റ് ചെയ്യണ പോലെ ആയിരിക്കില്ല 5-6 വർഷം ക്രോണിക് ആയിട്ടുള്ള ലംബാഗോ ട്രീറ്റ് ചെയ്യണ മെത്തേഡ്. അപ്പൊ അവിടെയും ഒരു സ്കോറിങ്ങിന് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഡ്രെഡ്ഫുൾനെസ്, അതായത് ചെറിയൊരു പനിയിൽ നിന്നിട്ടുള്ള ട്രീറ്റ്മെന്റ് പോലെ ആയിരിക്കില്ല വലിയ ക്യാൻസർ കേസുകൾ പോലെ. അങ്ങനത്തെ ആ ഒരു ഇതിലും ഡ്രെഡ്ഫുൾനെസ് വേണ്ട. അപ്പൊ ഹെൽത്ത് നമ്മൾ പറഞ്ഞു, ഇന്റൻസിറ്റി പറഞ്ഞു, ഡ്യൂറേഷൻ പറഞ്ഞു, ഡ്രെഡ്ഫുൾനെസ്. ഓരോ ഡിസീസിനും ഡ്രെഡ്ഫുൾനെസ്, അതായത് നമ്മുടെ കിഡ്നി കംപ്ലൈന്റ് പോലെ ആയിരിക്കില്ല ഒരു ചെറിയ ജലദോഷം വരുന്നത്. അപ്പൊ ആ ഡ്രെഡ്ഫുൾനെസ്. പിന്നെ എക്സ്റ്റെൻഡ്. ചിലതറിയാം നമുക്കൊരു സൂപ്പർഫിഷ്യൽ ഓർഗൻസിൽ മാത്രമേ ഒരു അഫക്ഷൻ ഉള്ളൂ, എന്നാൽ ചില കേസിൽ നമുക്കറിയാം അത് ഡീപ്പ് ഓർഗൻസിലേക്ക് അഫക്റ്റഡ് ആയിട്ട് പോകുന്ന കണ്ടീഷൻസും ഉണ്ട്. അതായത് ചിലപ്പോൾ ഒരു സൂപ്പർഫിഷ്യൽ ഓർഗനിൽ നിന്ന് ചിലപ്പോൾ വൈറ്റൽ ഓർഗൻസിലേക്ക് വരാം. ഇപ്പൊ ഒരു പനി അല്ലെങ്കിൽ ചുമ, കഫക്കെട്ട്, ചിലപ്പോൾ ന്യൂമോണിയ ആയിട്ട് വരാം, ലങ്സിനെ അഫക്ട് ചെയ്യാം. അങ്ങനെ ആ എക്സ്റ്റെൻഡ് വരെ നോക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നേച്ചർ. ചില ഡിസീസ് തന്നെ മാറിപ്പോക്കോളും, ചിലത് ഇപ്പൊ സോറിയാസിസ് ഒക്കെ പോലെ കേസസുകൾ നോൺ സെൽഫ് ലിമിറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ എച്ച്, ഹെൽത്ത്, ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ, ഡ്രെഡ്ഫുൾനെസ്, എക്സ്റ്റെൻഡ്, നേച്ചർ, അങ്ങനെയാണ് ഹിഡന്റെ ആ ഒരു ഇത് വരുന്നത്, അബ്രിവേഷനിൽ വരുന്ന കാര്യങ്ങൾ. അതായത് ഹെൽത്ത്, ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ, ഡ്രെഡ്ഫുൾനെസ്, എക്സ്റ്റെൻഡ്, നേച്ചർ. അതാണ് ഈ ഹിഡനിൽ വരുന്നത്. ഇത് വെച്ച് നമുക്ക് ഒരു പേഷ്യന്റിനെ ഒരു 5-6 ലെവലായിട്ട്, നമ്മൾ സാറ് നേരത്തെ പറഞ്ഞു, ഒരു 6 ലെവലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമുക്കിപ്പോ COPD തന്നെ നമുക്കൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഒരാള് നമ്മളൊരു പുതിയൊരു ജോലിക്ക് കയറി, അതായത് ഒരു ഫാക്ടറിയിൽ ജോലിക്ക് കയറി. അപ്പൊ ആ ഫാക്ടറിയിൽ ജോലിക്ക് കയറുമ്പോൾ ഭയങ്കര സ്മോക്ക് ഉണ്ട്, എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ആയിരിക്കും, എന്തെങ്കിലും സ്മോക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസ് ആവുമ്പോൾ ഫസ്റ്റ് 2-3 ദിവസത്തേക്ക് അയാൾക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. ആർക്കായാലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ റിസ്ക് ആയിട്ട് അവിടെ ഫാക്ടറിയിലുള്ള സ്മോക്ക് എപ്പോഴും ഉണ്ട്, റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ അയാൾക്ക് സിംറ്റംസ് കേൾക്കുന്നില്ലേ? സിംറ്റംസ് ഒന്നും പ്രസന്റ് ആയി ഉണ്ടാവില്ല ആ സമയത്ത്. അതായത് അയാൾക്ക് ചുമയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചിലപ്പോൾ ഒരു തൊണ്ട ക്ലിയർ ചെയ്യണ പോലത്തെ ഒരു സെൻസേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഈ ഒരു കേസിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ആ ആളെ, അതായത് സ്ട്രക്ചറലി അവിടെ ചേഞ്ച് ഒന്നുമില്ല, അതെന്നാൽ നമുക്കൊരു സിംറ്റംസ് ഒന്നും പറയുന്നില്ല. ആ ഒരു കേസ്, അതായത് ഫസ്റ്റ് സ്റ്റേജ്, ഇതാണ് ഹെൽത്ത്, അതായത് ഹിഡൻ പ്രോട്ടോകോളിന്റെ ആദ്യത്തെ സ്റ്റേജിൽ വരണേ. അതായത് സ്ട്രക്ചറലി അവിടെ ഒരു ചേഞ്ച് വരില്ല. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ, അതായത് ഒരു പുതിയ സ്ഥലത്തേക്ക് പോണേന്റെ ആ ഒരു ഫാക്ടറിയിൽ വന്നതിന് ചെറിയ രീതിയിൽ ഒരു 2 ചുമയ്ക്കുക, പക്ഷെ ഉള്ളിലേക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. ഇതാണ് സ്റ്റേജ് ലെവൽ 1. ഈ സ്റ്റേജിൽ നമുക്ക് സിംറ്റം മാത്രം വെച്ച് മെഡിസിൻ കൊടുക്കാം. അതായത് അവിടെ പെത്തോളജി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വന്നു, ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ അയാള് ഒരു 2-3 ആഴ്ച ആ ഫാക്ടറിയിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ചെറിയ രീതിയിൽ ചുമ വന്നു തുടങ്ങും, ചുമ വരും. അതുപോലെ തന്നെ സ്പ്യൂട്ടം ഡിസ്ചാർജ് ഉണ്ടായിരിക്കും. അതുപോലെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്തെങ്കിലും നമുക്കൊരു ഇറിറ്റേഷൻ നമ്മുടെ ത്രോട്ടിലേക്ക് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എയർവേ ഇൻഫ്ലെയിംഡ് ആവും, തിക്കൻഡ് ആവും, ആ ഒരു സ്റ്റേജിലേക്ക് വരും. എന്നിരുന്നാലും അവിടെയും ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നിട്ടില്ല, ആൽവിയോലൈ ഡിസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ചിലപ്പോൾ ബ്ലഡ് ഫ്ലോ കൂട്ടി, ഓക്സിജൻ കൂട്ടി, ഹാർട്ട് വർക്ക് ചെയ്ത് ചിലപ്പോൾ ആ ഒരു സിസ്റ്റം, അതായത് ആ ഒരു ഡിസീസിലേക്ക് പോവാണ് നമ്മുടെ ബോഡി തന്നെ ആ ഒരു സ്റ്റേജ് മാനേജ് ചെയ്യും. കാരണം ഓക്സിജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കൂടും, കുറച്ച് ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യും. അപ്പൊ ആ സെക്കൻഡ് സ്റ്റേജിലും നമുക്ക് അത്ര റിസ്ക്
ആയിട്ടില്ല. അപ്പൊ ചെറിയ രീതിയിലൊരു ചുമയുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ബോഡിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ സോറ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ബോഡി ഒരു കോമ്പൻസേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ കോമ്പൻസേഷനിലൂടെ അവിടെ ഒരു ചേഞ്ച് വരാണ്ടിരിക്കുകയാണ് സെക്കൻഡ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമുക്ക് സിംറ്റം ചെറിയ രീതിയിൽ പത്തോളജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് സിംറ്റംസ് മെയിൻ ആയിട്ട് നോക്കിയാൽ തന്നെ മതി. കഫ് ഉണ്ടോ നോക്കാം, പത്തോളജിയിലേക്ക് അധികം പോണ്ട. പിന്നെ തേർഡ് സ്റ്റേജ്, അതായത് തേർഡ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ, ഇപ്പൊ 2-3 മാസമായിട്ട് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളാന്ന് വിചാരിക്കുക. ആ ആൾക്ക് പെർസിസ്റ്റന്റ് ആയിട്ട് എയർ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. ഇതേപോലെ അയാളുടെ ഡസ്റ്റ് ഇങ്ങനെ മൂക്കിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഇൻഫ്ലമേഷൻ സംഭവിക്കണു, തിക്നെസ് സംഭവിക്കണു. ഇവിടെയൊക്കെയാണ് നമ്മുടെ ആൽവിയോലൈ സ്റ്റാർട്ട് ചെയ്യും, അതായത് ഡിസ്ട്രോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞിരുന്നല്ലോ എംഫസീമയിലെ ലെയർ പൊട്ടും, അതിന്റെ എലാസ്റ്റിനൊക്കെ കുറയുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഈ ആൽവിയോലൈയുടെ ഡിസ്ട്രക്ഷൻ സംഭവിച്ച് ശരിക്കും ഒരു സ്ട്രക്ചറൽ ചേഞ്ച് അവിടെ നടക്കുന്നത് തേർഡ് ലെവലിലാണ്. അവിടെയാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട മയാസം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. അതായത് തേർഡ് സ്റ്റേജിൽ എപ്പോഴാണോ അവിടെ സ്ട്രക്ചറൽ ചേഞ്ച് വരുന്നത്, അതായത് നമുക്ക് കുറച്ച് കഫ്, അതായത് എല്ലാ ദിവസവും അയാൾക്ക് കഫ് ഉണ്ടാവും, രാവിലെ തുടങ്ങി അയാൾക്ക് കഫ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത്, അതായത് സ്ട്രക്ചറൽ ചേഞ്ച് കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മൾ മയാസം അതുപോലെ തന്നെ പെത്തോളജി സിംറ്റവും കൂടി നോക്കിയിട്ട് മെഡിസിൻ കൊടുക്കേണ്ട അവസ്ഥ എവിടെയാണ്. അതായത് നമ്മൾ മയാസം നോക്കേണ്ടത് തേർഡ് സ്റ്റേജിൽ മാത്രം നമ്മൾ മയാസം നോക്കിയാൽ മതി. ബാക്കി 2 സ്റ്റേജിൽ നമ്മുടെ ബോഡി നമ്മളെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. 3-ാമത്തെ സ്റ്റേജിൽ പക്ഷെ എന്താ, സ്ട്രക്ചറൽ ചേഞ്ച് വന്നു തുടങ്ങി നമ്മുടെ ബോഡിയിൽ. അപ്പോ നമ്മൾ അവിടെ മയാസും സിംറ്റവും പെത്തോളജിയും നോക്കണം. പിന്നെ 4th സ്റ്റേജ് എന്ന് വെച്ചാൽ കുറച്ച് നാൾ കൂടി, ഇപ്പൊ 6 മാസമായിട്ട് അയാൾ അവിടെ വർക്ക് ചെയ്യാൻ നിൽക്കുക. 6 മാസം ആകുമ്പോ ഏകദേശം എംഫസീമയുടെ ഒരു സ്റ്റേജ് ആയി തുടങ്ങി, കുറെ ആൽവിയോലായി നശിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അയാൾക്ക് മോഡറേറ്റ് നല്ല എയർ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ആയി, അതായത് നല്ലോണം ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈവൻ ഡെയിലി റൂട്ടീൻസ് അയാൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, എപ്പൊ ശ്വാസം മുട്ട് വരും. അപ്പൊ ആ ഒരു സ്റ്റേജ്, അതായത് കുറച്ച് എസ്റ്റാബ്ലിഷ് ആയി, പത്തോളജി അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയി, ഈ സ്റ്റേജിൽ നമ്മൾ മയാസം നോക്കണം, അതുപോലെ തന്നെ സിംറ്റംസ് നോക്കണം, അതുപോലെ പ്രോഗ്നോസിസ് ഇമ്പോർട്ടന്റ് ആണ് ഈ സ്റ്റേജിൽ. അതായത് എന്താവും ഡിസീസിന്റെ ഒരു ഔട്ട്കം എന്ന് നമ്മൾ ചിന്തിക്കണം. ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ശരിക്കും നോക്കണം. അതാണ് ഒരു 4th സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം നമ്മുടെ ഒരു ലങ്സ് ഒക്കെ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയി, അതായത് വർക്ക് ചെയ്ത് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയി, ഏകദേശം ഒരു എംഫസീമാറ്റസ് കണ്ടീഷൻ, സ്ട്രക്ചറൽ ചേഞ്ച് ഒക്കെ കൂടി ഡാമേജ് ഒക്കെ സംഭവിക്കുന്നത് ഒരു 4th സ്റ്റേജിലാണ്. ഇനി 5th സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എമർജൻസി, നമ്മൾ രാത്രിക്ക് ഭയങ്കര ശ്വാസം മുട്ടി തീരെ ഓക്സിജൻ ഒക്കെ കുറഞ്ഞ് നമ്മുടെ ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞ ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയില്ലേ, അതായത് ഓക്സിജൻ തെറാപ്പി അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സ്റ്റേജ് ആണ് 5th സ്റ്റേജ്. അപ്പൊ സാറ് പറഞ്ഞു ഏകദേശം ഒരു 5th സ്റ്റേജിലാണ് നമ്മുടെ സിമിലിമത്തിന്റെ സ്കോപ്പ് വരുന്നതെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ട്രയാങ്കിൾ മെത്തേഡ് വെച്ച് മെഡിസിൻ കൊടുക്കണം, അത് പറയും ഡോക്ടർ. അപ്പോൾ ഈ 5th സ്റ്റേജ്, പിന്നെ 6th സ്റ്റേജിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പെർമനന്റ്ലി ഡാമേജ് ആവും ലങ്. അതായത് ഇത്രയും ഫൈബ്രോസിസും സ്ട്രക്ചറൽ ചേഞ്ചും ഡാമേജും ഒക്കെ വന്ന് 6th സ്റ്റേജിൽ നമുക്ക് പാലിയേഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ആ ഒരു മെത്തേഡിലേക്കൊക്കെ വരുന്നതാണ് 6th സ്റ്റേജിൽ വരുന്നത്. ഒന്നുമില്ല, നമ്മൾ 1st സ്റ്റേജിൽ ഒരാൾ ജസ്റ്റ് ഒരു ജോലിക്ക്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് മനസ്സിലാവാൻ വേണ്ടി, ജോലിക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഒരു ചുമ, ചെറുതായിട്ടൊരു ചുമ ഉണ്ടാവും, ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, തൊണ്ടയിൽ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, പക്ഷെ അവിടെ സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവില്ല. 2nd സ്റ്റേജിലും കഫ് കുറച്ചധികം ഉണ്ടാവും, എന്നിരുന്നാലും ബോഡി നമ്മുടെ ഓക്സിജൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടി അവിടെ കോമ്പൻസേഷൻ മെക്കാനിക്സ് ഉണ്ടാവും. 3rd സ്റ്റേജ് തൊട്ടാണ് സ്ട്രക്ചറൽ ചേഞ്ചോ അല്ല ആൽവിയോലൈ ഡിസ്ട്രോയ് ആയി പോണത്. ആ സമയത്ത് നമ്മൾ മയാസം നോക്കണം, പെത്തോളജി നോക്കണം, അതുപോലെ തന്നെ സിംറ്റം നോക്കണം. 4th സ്റ്റേജിൽ നമ്മൾ പ്രോഗ്നോസിസും ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നോക്കണം. 5th സ്റ്റേജിൽ നമ്മൾ എന്താണ്, അതായത് നമ്മുടെ ഓക്സിജൻ, എമർജൻസി സിറ്റുവേഷൻ ആണ്, ഓക്സിജൻ ഇല്ലാണ്ട് പറ്റില്ല. 6th സ്റ്റേജിൽ നമ്മുടെ പാലിയേറ്റീവ്, ഒന്നും ചെയ്യാനില്ല, അതായത് ലങ്സ് ഓൾറെഡി ഡാമേജ് ആയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പാലിയേറ്റീവ് സ്റ്റേജ് ആണ് 6th സ്റ്റേജ്. ഇത്രയാണ് മെയിൻ ആയിട്ട് ഹിഡൻ പ്രോട്ടോകോളിന്റെ ഒരു ഇത്. നമുക്ക് ആ സ്ക്രീനിൽ കണ്ടാലും മനസ്സിലാവും. ഇത് വെച്ചാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. സാർ, അപ്പോ എല്ലാവർക്കും ഒന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി, നല്ല മനസ്സിലായോ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ ഞാൻ ബ്രീഫ് ആക്കി തരാം. ഞാൻ ബ്രീഫായതിനു ശേഷം ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ 5 മിനിറ്റ് തരും ചെയ്യാം കേട്ടോ. അപ്പോ ഇതിലെ ഒന്നും ഈ പറയണതെല്ലാം നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യസ്ഥിതി എത്ര, ഒരു രോഗി നമ്മുടെ മുന്നിൽ വരുമ്പോൾ
അവരെത്ര അവരവരുടേതായ ജോലികളെല്ലാം കൃത്യമായി ചെയ്യാൻ കഴിയുന്നവരാണോ എന്നുള്ളതാണ് ഹെൽത്തി സ്റ്റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. നമ്മൾ ഈ എച്ചില് നമ്മളൊരു മാർക്ക് കൊടുക്കണം. അതിൽ 6 മാർക്കിൽ നമ്മൾ എത്ര മാർക്ക് കൊടുക്കും? അതുപോലെ രോഗത്തിന്റെ ഇന്റൻസിറ്റിയില് എത്ര മാർക്ക് കൊടുക്കും ഔട്ട് ഓഫ് 6? മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ട്. ഡി, ഡ്രെഡ്ഫുൾനെസ്, അതിന്റെ ഭയാനകത്വം, അതിന്റെ കൂടുതൽ ഡേഞ്ചർ സ്റ്റേറ്റ് സിറ്റുവേഷൻ, എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും? അത് കഴിഞ്ഞിട്ടാണ് നമ്മളെന്ത് ഡ്യൂറേഷൻ, അതിന്റെ ഡ്യൂറേഷനിൽ കണ്ടമാനം ക്രോണിക് ആണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കും? പിന്നെ എക്സ്റ്റെൻഡ്, അത് എങ്ങനെ എക്സ്റ്റെൻഡ്, സൂപ്പർഫിഷ്യൽ ടു ഡീപ്പോ എങ്ങനെ, അതനുസരിച്ച് എത്ര. പിന്നെ വരുന്നത് ഏതാണ്? നേച്ചർ. അപ്പൊ ഈ 6 പാരാമീറ്റേഴ്സിലും ഈ രോഗിയിൽ കാണുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഈ ആളുടെ അവസ്ഥ 1, 2, 3, 4, 5, 6 എത്ര മാർക്ക് വീതം കൊടുക്കാം ഔട്ട് ഓഫ് 6? ഇതിൽ നമുക്ക് കിട്ടുന്നത് 1 to 10, 10 to 20 അങ്ങനെ ഓരോ 6 മാർക്കിലും ഡിഫറൻസ് വരുമ്പോ അതിന് ആദ്യം ഏറ്റവും കുറവ് 1 to 10, അപ്പോ 6 to 10, 1 അല്ല 6 to 10. അപ്പോ ആ എല്ലാത്തിലും ഒരേ മാർക്ക് എടുത്ത് 6 തൊട്ട് 10 വരെയാണെങ്കിൽ രോഗം വലിയ പ്രശ്നമല്ല. നമ്മൾ വെറുതെ സിംറ്റം കേട്ടാൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോ കേവലം ഒരു മരുന്നിന്റെ പേര് കേട്ടിട്ട് ആ മരുന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു മരുന്ന് കേട്ട് കൊടുക്കുമ്പോൾ മാറി എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇറ്റ് ബിലോങ്സ് അണ്ടർ ലെവൽ 1, നോ നീഡ് ഓഫ് ഫർദർ, വലിയ കാര്യമായിട്ടൊന്നും പോകണ്ട. അതിന്റെ മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് പെത്തോളജിയും കൂടി ഒന്ന് കവർ ചെയ്യുക. അപ്പൊ ഒരു കുരു ഉണ്ടായി, ഒന്ന് പഴുത്തു വന്നു, അപ്പൊ അതിന്റെ സ്റ്റേജസിനെ, പഴുക്കുന്ന സ്റ്റേജസിൽ ഏതിൽ ഉപയോഗിക്കാവുന്ന മരുന്ന് സൈലീഷ്യ നമ്മൾ ഉപയോഗിച്ചു മാറും. അവിടെ എന്തായി? സിംറ്റം പ്ലസ് പെത്തോളജി. അത് കഴിഞ്ഞ് 3ാമത്തെ ലെവലിൽ വരുമ്പോഴാണ് സിംറ്റം പെത്തോളജി ജീൻ ഐ ഡി, മയസം ജീൻ ഐ ഡി വരുന്നത്. അതായത് മയസം അത് വരുന്നത്. ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ അതിലെടുക്കുമ്പോൾ എങ്ങനെ പാത്തോളജി, ഒരു മൈസ്മാറ്റിക് ട്രീറ്റ്മെന്റും എല്ലാം നമ്മൾ കൊടുക്കാം. അത് കഴിഞ്ഞ് 4ാമത്തെ ലെവലിൽ വരുമ്പോഴാണ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യം വരുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മളിപ്പോ COPD കേസ് തന്നെയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് സൂര്യ പറഞ്ഞു, ഇപ്പൊ ചുമ ഒരാൾ വരുന്നു, നമ്മൾ മരുന്ന് കൊടുക്കുന്നു, ഈ ചുമ കൂടുതൽ പ്രോഗ്രസീവ് നേച്ചറിലാണ് പോണേ, അങ്ങനെ കയറി വന്ന് അത് COPDയിൽ അവസാനിക്കുന്നു എന്ന് വെച്ചാൽ ഇതിന് ഓരോ സ്റ്റേജസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വെറും കേവലം ഒരു പ്രിസ്ക്രിപ്ഷൻ മാത്രം കൊടുക്കുമ്പോൾ നമ്മളൊരു പെത്തോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതിനെ വരായികകളെ മനസ്സിലാക്കി അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് പറഞ്ഞാൽ, ഇന്ന് വേറൊരു കാര്യം ഞാൻ പറയാണ്, നമ്മൾ മുഴുവൻ ഈ മരുന്നും ചികിത്സയൊക്കെ എല്ലാം ഈ പേഷ്യൻ്റ് സൈഡിലെ കുറെ കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അവർ തന്നെ, അതായത് 70% ഓഫ് ദ ഡിസീസ് ദേ ആർ ദ പേഴ്സൺ ടു ട്രീറ്റ് ദംസെൽസ്, 30% ഓൺലി ബൈ പ്രിസ്ക്രിപ്ഷൻസ് ഓർ ബൈ ഡോക്ടേഴ്സ്. കാരണം എന്താ വെച്ചാൽ മരുന്ന് കഴിക്കുന്നവരാണ്, ചെയ്യേണ്ട ചിട്ടകളൊക്കെ ചെയ്യുന്നവരാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാൻ പ്രാപ്തമാകണമെങ്കിൽ നമ്മൾ ആ രോഗത്തിന്റെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ 4th ലെവൽ ഓൺവേഡ്സ് ആണ് ഈ പ്രോബ്ലം. അപ്പൊ എന്താ അവിടെ ഉണ്ടാവണേ? 1, 2, 3 ലെവൽസ് ഒക്കെ നമ്മളിങ്ങനെ ഇഷ്ടം പോലെ ട്രീറ്റ് ചെയ്ത് മെഡിസിൻ കൊടുത്ത് സിംറ്റം കൊടുത്ത് മാറും. 4ാമത്തെ ലെവൽ വരുമ്പോ അവരവരുടെ വീട്ടിലുള്ളത് പോലും അവർ പറയും ആശുപത്രി കൊണ്ടുപോകാൻ പറയും. കാരണം എന്താ? ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുന്നിട്ട് അങ്ങോട്ട് പോകും. പിന്നെ 5th ലെവലിന്റെ കാര്യം. അപ്പൊ ഈ 4th ലെവലില് കേസുകള് നമ്മളെ ഹോമിയോ ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അവരടിസ്ഥാനപരമായി പാത്തോഫിസിയോളജിക്കൽ, അതായത് പേഷ്യന്റിനെ മനസ്സിലാക്കണം, ഡിസീസിനെ മനസ്സിലാക്കണം, രണ്ടും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് ഇന്ന കാരണത്താൽ ആ രോഗം വന്നു, ആ കാരണത്തിന് ഇന്ന ടിഷ്യൂവിൽ അല്ലെങ്കിൽ ഇന്ന സ്ട്രക്ചറിൽ കേടുവന്നു, അതിൽ എഫക്റ്റ് ചെയ്യുന്ന പാത്തോഫിസിയോളജിക്കൽ മെറ്റീരിയൽ കാണുന്ന മെഡിസിൻ ഉപയോഗിച്ച് മാറ്റാമെന്ന് മനസ്സിലാക്കി മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം രോഗിയുടെ ഭാഗത്തുണ്ടാകുന്ന ഡിഫക്റ്റുകൾ ഏതെല്ലാം ഉണ്ടോ അതിനെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുത്ത് മാനേജ് ചെയ്യാനും കഴിവുണ്ടായിരിക്കണം.
then only we are able to treat the stage level 4 cases. Otherwise, വെറും സിംറ്റമാറ്റോളജിക്കൽ ആയി കൊടുക്കുമ്പോൾ കുറവ് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഹാനിമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ക്രോണിക് ഡിസീസസ് ഒരിക്കലും നമ്മൾ കൃത്യമായില്ലാത്ത ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഒരിക്കലും മാറില്ല. അതിന്റെ ഫങ്ഷണൽ ഡാമേജ് വന്ന് ഡിസ്ട്രക്ഷനിൽ അവസാനിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ 4th ലെവലിൽ ട്രീറ്റ് ചെയ്യണം. 5th ലെവലിൽ വരുമ്പോഴോ ഈ പറഞ്ഞതെല്ലാം വേണം. സർജറി വേണം, ലാബ് ഇൻവെസ്റ്റിഗേഷൻ വേണം, പെത്തോളജി വേണം, ഐസം വേണം, ടെമ്പർമെന്റ് വേണം, എല്ലാ സാധനവും വേണം. എല്ലാം കഴിഞ്ഞ് എന്തിന്, നോട്ട് ഓൺലി ദാറ്റ്, അവിടെയാണ് നമ്മുടെ ക്ലാസിക് ഹോമിയോപ്പതി, ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യം വരുന്ന അവസ്ഥ. ആ പേഷ്യന്റിനെ ഇൻഡിവിജ്വലൈസ് ചെയ്യണം. ആ ഇൻഡിവിജ്വലൈസ് ചെയ്ത് കിട്ടുന്ന ഡ്രഗ് വൈറ്റാലിറ്റി നോക്കിക്കൊണ്ട് കൃത്യമായ പൊട്ടൻസി കൊടുത്ത് എപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെന്നും ആ റിപ്പീറ്റ് ചെയ്യുന്നതിലുള്ള മാനദണ്ഡങ്ങളെ മുഴുവൻ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്താൽ യു ക്യാൻ ഷോ മിറാക്കിൾസ്. അവിടെയാണ് മിറാക്കിൾസ് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പം നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തു, ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള മെഡിസിൻ കിട്ടി, ആ മെഡിസിൻ കൊടുത്തു, വണ്ടർഫുൾ റിസൾട്ട്, ദാറ്റ് മേ ബി. ബട്ട് ഇഫ് യു ആർ അപ്രോച്ചിങ് ഇൻ സിസ്റ്റമാറ്റിക് വേ, we have to go like this, level 1, 2, 3, 4, 5, 6. Level 4, 5, 6. അങ്ങനെ നമുക്ക് നോക്കി ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഹിഡൻ പ്രോട്ടോകോൾ. അപ്പൊ ഈ രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി അതിന് ഇന്ന പ്ലാൻ ഓഫ്, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന ലെവലിലുള്ള ആൾക്ക് ഇന്ന സാധനങ്ങൾ, അതായത് സിംറ്റം മാത്രം മതി, സിംറ്റം പ്ലസ് പാത്തോളജി, സിംറ്റം പ്ലസ് പാത്തോളജി പ്ലസ് മയസം, then next symptom ഇതെല്ലാം വേണം, പ്ലസ് ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഈവൻ ഇൻക്ലൂഡിങ് സർജറി. 5th ലെവൽ ഇതെല്ലാം വേണം, പ്ലസ് സിനിലിമം. 6th ലെവൽ ഈസ് ദ നമ്മളെ പാലിയേറ്റീവ് സ്റ്റേജ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ 2 കേസുകളും എന്തായാലും ലാസ്റ്റ് വരുമ്പോൾ 5th കേസിലെ ഒരു COPD കേസ് പോലെ ലങ്സിന്റെ തന്നെയും 6th ലെവലിലെ കേസും, ആ കേസ് മരിച്ച അവസ്ഥയാണ്, മരിച്ചു. അതും 2 കേസുകൾ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമയം നോക്കിയിട്ട് സന്ദർഭമൊക്കെ നോക്കി പറഞ്ഞുതരാം. അപ്പോൾ ഹിഡൻ പ്രോട്ടോകോൾ ഇറ്റ് ഇസ് എ ടൂൾ ഫോർ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ദ ഡിസീസ്. ദാറ്റ്സ് ഓൾ. ഇത് കഴിഞ്ഞിട്ട് ആണ് പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടാക്കി. ഇത് കഴിഞ്ഞാലോ മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിളിലെ എങ്ങനെയാണ്, 3 ട്രയാങ്കിൾ ആണ്. 1 മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിളിൽ 3 ട്രയാങ്കിളാണ്. ആദ്യത്തെ ട്രയാങ്കിള് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, പേഷ്യന്റിനെ മനസ്സിലാക്കുക, രോഗത്തെ മനസ്സിലാക്കുക, രണ്ടും കൂട്ടിച്ചേർക്കുക. ആദ്യത്തേതില് നമുക്ക് ക്യാരക്ടർ, നേച്ചർ, ടെമ്പറമെന്റ്. ഒരാളുടെ ക്യാരക്ടർ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ അങ്ങനെയുള്ളത് മെത്തേഡ്, അത് രണ്ടാമത് സൂര്യ എക്സ്പ്ലെയിൻ ചെയ്യും, ഇന്നല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളെയാണ്. അതൊക്കെയാണ് നേച്ചർ, ടെമ്പറമെന്റ്, ദെൻ ക്യാരക്ടർ. ഈ ടെമ്പറമെന്റ് ഏത് തരത്തിലുള്ള ടെമ്പറമെന്റ് നമുക്ക് നോക്കി അറിയാലോ. ഈ 3 കാര്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഈ രോഗിയുടെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. കൊളറിക് ടെമ്പറമെന്റ് ആണ്, നെർവസ് ടെമ്പറമെന്റ് ആണ്, മെലങ്കളിക് ആണ്, അല്ലെങ്കിൽ സാങ്കിനസ് ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഫ് യു നോ ദ ടെമ്പറമെന്റ്, എനി പേഷ്യന്റ് ഹു കംസ് ടു അസ് യു ക്യാൻ ഡിസൈഡ് ദാറ്റ്. അതിലും ചില മാസ്ക്ഡ് ഫോംസ് വരും. ചിലവരെപ്പോഴും ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചിട്ട് എക്സ്ട്രോവേർട്ട് ആവില്ല എന്ന് ക്യാരക്ടറിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ടെമ്പറമെന്റിൽ കൊളറിക് ടെമ്പറമെന്റ് ആയിരുന്ന ഒരാള് വേറൊരു മെലങ്കളിക് ടെമ്പറമെന്റ് ആവാം. ദീസ് ആർ ഓൾ ദ സ്റ്റേറ്റ്സ് ബൈ വിച്ച് ഹി ഈസ് ടേക്കിംഗ് ലൈക്ക് ദീസ്. അവിടെയാണ് നമ്മുടെ ടൈം ലൈൻ അപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് ഇൻ ദ കേസ് ടേക്കിംഗ് ഓഫ് മൈസെൽഫ്. കേസ് ടേക്കിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ് ടൈം ലൈൻ. ടൈം ലൈൻ ഞാൻ നാളെ സൂചിപ്പിച്ചിരുന്നു, ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ, നോട്ട് നൗ. എനിവേ, ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ. അപ്പൊ ഒരു രോഗിയുടെ ഈ 3 നേച്ചർ, ടെമ്പറമെന്റ് ആൻഡ് ക്യാരക്ടർ. സെക്കൻഡ്, നമ്മൾ രോഗത്തെ പറ്റിയാണ്. സെക്കൻഡിൽ വരുന്നത് എന്തൊക്കെയാണ്? കോസ്, എഫക്റ്റ്, സ്ഫിയർ ഓഫ് ആക്ഷൻ. ഒരു രോഗം വരുമ്പോൾ അതിന്റെ കോസ്, അതിന്റെ എഫക്റ്റ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുണ്ടാകുന്ന എഫക്റ്റ്, ആ എഫക്റ്റിനോട് അനുബന്ധിച്ച് കോസ്, എഫക്റ്റ്, സ്ഫിയർ ഓഫ് ആക്ഷൻ. ഏത് ഓർഗന്, ഏത് സിസ്റ്റത്തിന്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് കഴിഞ്ഞ്
മൂന്നാമത്തേതിലാണ് എന്ത് നമ്മൾ എടുക്കുന്നത്? സൈഡ് അഫിനിറ്റി, തെർമൽ, മയാസം. ഈ 3 കാര്യങ്ങൾ. അപ്പൊ ഈ 3 ട്രയാങ്കിളും കൂടി കൂട്ടിച്ചേർത്താൽ ഒരു പ്രിസമായി കാണും. പ്രിസത്തിൽ കൂടി ഒരു റേ പാസ് ചെയ്താൽ അത് എങ്ങനെയാണോ ഇങ്ങനെ കൺവേർജ് പോയിന്റിൽ നിന്ന് പോകുന്ന പോലെ നമ്മൾ ഡിഫറെന്റ് പോയിന്റിൽ നിന്ന് എടുത്ത് കൺവേർജ് ടുവേഴ്സ് എ നെക്സസ്, ദാറ്റ് ഈസ് ടുവേഴ്സ് എ. If you are selecting your drug according to these 9 factors, one after another, and if the symptom selected, and if that symptom is converted into full form as complete symptom, which possess the location, sensation, modality, and concomitants, എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായ ഒരു സിമിലർ റെമഡീസിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഫ്രം വിച്ച് യു ക്യാൻ സെലക്ട് ദ സിമിലിൻ. എല്ലാവർക്കും ക്ലിയർ? തൽക്കാലം ഞാനിത് കൂടുതൽ മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിള് സൂര്യക്കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരാം. ഇപ്പൊ ഞാനിത് ബ്രീഫായിട്ട് പറഞ്ഞെന്താണ്, എല്ലാവർക്കും മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻട്രപ്ഷനോ ഏതെങ്കിലും വിട്ടുപോയതോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. പറഞ്ഞതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ ട്രയാങ്കിൾ മെത്തേഡിനെ പറ്റി സൂര്യയെ കൊണ്ടൊന്നുകൂടി പറയിക്കാം. അപ്പൊ ഈ 2 പോർഷൻ ഇന്ന് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് വരുന്നത്, ഇതിപ്പോ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? ഇതൊരു പുതിയ കാര്യമായിട്ട് ഇതിലൊന്നുമില്ല. നിങ്ങൾ ഈ 9 കാര്യങ്ങളെ ഒന്നിങ്ങനെ എഴുതി വെച്ചാൽ മതി. അതായത് നേച്ചറ്, ടെമ്പറമെന്റ്, ക്യാരക്ടർ 1, 2 കോസ്, എഫക്റ്റ്, ഫിയർ ഓഫ് ആക്ഷൻ 3. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സംശയങ്ങൾ പെട്ടെന്ന് വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ സ്വിച്ച് ഓൺ ടു നെക്സ്റ്റ്. മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. സാർ, നമുക്കിനി ഒരു 10 മിനിറ്റ് ആണ് ഉള്ളത്. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസാന 5 മിനിറ്റിൽ നമുക്ക് സമയം കൊടുക്കാം. അപ്പൊ ഞാൻ ഈ കാര്യം ഒന്നുകൂടി സൂര്യ കൊണ്ടൊന്ന് പറയിപ്പിക്കാം. മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ എന്താ ഒന്നുകൂടി. ലെറ്റ്സ് ഷീ ടേക്ക് ദിസ് ക്ലാസ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത് നമ്മള് നിങ്ങൾക്ക് മെഡിസിൻ ഒന്നും ഞാനിപ്പോ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാത്തതിലൊന്നും വിഷമിക്കേണ്ട. കുറച്ച് കഴിയുമ്പോ ഇതാവും. സൂര്യ നമ്മള് ഈ മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ ഒന്ന് ബ്രീഫാക്കി പറഞ്ഞോളൂ. അധികം അല്ലാണ്ട് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് ഭാഗങ്ങളാണ് അതിൽ വരുന്നത്. അതായത് ഫസ്റ്റ് നമ്മള് ഗ്രൂപ്പ്, അതായത് നമ്മള് പേഷ്യന്റിനെ ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡിൽ കാണാം സ്പെസിഫൈ ചെയ്യുക. തേർഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മളൊരു പേഷ്യന്റെ കേസ് എടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് വൺ, അതായത് ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ പേഷ്യന്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുണീക്കാണ്. അതായത് ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്ന് വർത്തമാനം പറയുന്ന രീതി ആയിരിക്കില്ല വേറൊരാൾ വന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജിലായിരിക്കില്ല വേറൊരാൾ. നമുക്കറിയാം നമ്മുടെ റെമഡീസിൽ തന്നെ ഓരോ റെമഡീസിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതായത് പൾസാറ്റിലാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് കരയും, എന്നാൽ ലൈക്കോപോഡി ആണെങ്കിൽ ഭയങ്കര ഇന്റലക്ച്വലി ഭയങ്കര ഇതാണ് കാണിക്കും. അങ്ങനെ ഓരോ പേഷ്യന്റും നമ്മുടെ മുന്നിൽ വരുന്നത് ഓരോ തരത്തിലായിരിക്കും അവരുടെ നേച്ചർ. അതായത് ചില ആൾക്കാരുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും മാത്രം ഉത്തരം പറയുന്ന ആൾക്കാര്. എന്നാൽ ചില ആൾക്കാർ ലാക്ടസിനെ പോലെ വർത്തമാനം പറഞ്ഞിങ്ങനെ നിർത്താണ്ട് പോണ ആൾക്കാരുണ്ട്. അപ്പൊ ഫസ്റ്റ് അങ്ങനെയാണ് നമ്മൾ പേഷ്യന്റിനെ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യണേ. അതായത് നമ്മൾ എല്ലാം ഓരോരോ ചെറുതായിട്ട് എസെൻസ് ആക്കാണ് പേഷ്യന്റിനെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് നമ്മുടെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, അതേപോലെ ക്യാരക്ടർ. അതായത് നമുക്കറിയാം ചില പേഷ്യൻസ് ഇൻട്രോവേർട്ട് ആയിരിക്കും, തീരെ സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും. നമുക്ക് തന്നെ അറിയാം നമ്മുടെ കൊറോണ സമയത്ത് പല ആൾക്കാരും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആരോടും വർത്തമാനം പറയാണ്ട് എവിടെയും പോകാൻ പറ്റാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ പല പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ചില ആൾക്കാർ ഇൻട്രോവേർട്ട് ആയിരിക്കും, എന്നാൽ ചില ആൾക്കാർ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അങ്ങനെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാങ്ക്വിൻ ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര പ്ലഷർ, അതായത് എപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാവരെയും ചിരിപ്പിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ കുറെ സിനിമയിലൊക്കെ ആർമി ഓഫീസേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്, ചിട്ടയായിട്ടുള്ള ജീവിതമായിട്ടുള്ള കോളറിക് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടാവും.
അങ്ങനെ നമ്മൾ പേഷ്യൻസിനെ ഈ ഒരു ക്യാരക്ടർ വെച്ച് ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യണത്. പിന്നെ നമ്മൾ പേഷ്യന്റിനെ ഈ ഒരു ക്യാരക്ടർ വെച്ച് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസീസ്, അതായത് സെക്കൻഡ് ട്രയാങ്കിൾ ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ഡിസീസിന്റെ കോസ് കണ്ടെത്താം. നമ്മളറിയാം, നമ്മൾ കേസ് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേസ് എടുക്കുമ്പോൾ നമ്മൾ ടൈം ലൈൻ എഴുതണം. കേസിൽ ടൈം ലൈൻ എഴുതണം. ഇത് ഇന്ന വയസ്സിലായിരിക്കും ഇത്ര അസുഖം ആൾക്കുണ്ടായി. അപ്പൊ നമുക്ക് ഈ ടൈം ലൈൻ എഴുതുമ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു കോസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു പെട്ടെന്ന് ക്യാൻസർ പേഷ്യന്റ് ചിലപ്പോൾ നമ്മൾ ടൈം ലൈൻ എടുത്തു വരുമ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് മരിക്കുന്ന ഒരു ഹിസ്റ്ററിയോ, അല്ലെങ്കിൽ അനിയന്മാരും തൊട്ടടുത്ത അനിയന്മാരും മരിക്കുന്ന ഒരു ഹിസ്റ്ററിയോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഗ്രീഫ് കൊണ്ട് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാം. അങ്ങനെ നമ്മൾ കോസ് എടുക്കണം. അതുപോലെ തന്നെ ഡിസീസുകളെ എവിടെയൊക്കെയാണ് ആക്ഷൻ, അതായത് ഒരു ഡിസീസ് ഏത് ഭാഗത്താണ്, ഇപ്പൊ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഇതിൽ ആക്ഷൻ ഉണ്ടായിരിക്കാം, ഡെർമറ്റോളജി അല്ലെങ്കിൽ സ്കിന്നിൽ ആക്ഷൻ ഉള്ള ഡിസീസ് ഉണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ഒരു ഡിസീസ് അതിന്റെ കോസ് കണ്ടെത്തണം, അതെവിടെയാണ് സ്പിയർ ഓഫ് ആക്ഷൻ, അതെവിടെയാണ് ആക്ട് ചെയ്യാന്ന് കണ്ടെത്തണം, അല്ലെങ്കിൽ എവിടെയാണ് അഫക്ട് ചെയ്യാന്ന് എഴുതാം. പിന്നെ അവരുടെ ആ എഫക്ട്, അതായത് ഒരു ഡിസീസ് ചിലപ്പോ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞൊരു ഡിസീസ് ചിലപ്പോ പോളിഫറേഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാക്കുക. എന്നാൽ ചിലപ്പോൾ ചില ഡിസീസുകൾ അൾസേഴ്സ് ഒക്കെ ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി, സിഫിലിറ്റിക് ടെൻഡൻസീസിലേക്ക് പോകും. അങ്ങനെ ആ സ്പെസിഫൈ ചെയ്യുക, ഒരു ഡിസീസിനെ സ്പെസിഫൈ ചെയ്യുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട്, അതായത് പേഷ്യന്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മയാസം നോക്കണം. നമുക്കറിയാലോ, ചില ആൾക്കാർ സോറി ആയിരിക്കും, ചില ആൾക്കാർക്ക് സൈക്കോട്ടിക് ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഏത് സൈഡ്, ചില ആൾക്കാർക്ക് സൈഡ് എഫിനിറ്റി ഉണ്ടാവും. ഓരോ ആൾക്കാർ പറയും എന്റെ ഈ ഭാഗം എപ്പോഴും റൈറ്റ് സൈഡിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയും. അതുപോലെ തന്നെ തെർമൽ, ചില്ലി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഹോട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ തെർമലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പൊ ഈ ഒരു 3 സ്റ്റേജുകളിൽ നമുക്ക് ഒരു പേഷ്യന്റ് ആസ് എ ഹോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ക്യാരക്ടറാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അവരുടെ ക്യാരക്ടറും നേച്ചറും, അതായത് ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പ് 1 നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഡിസീസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഡിസീസ് എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്, ഏത് സിസ്റ്റത്തിലാണ് ഡിസീസ് എഫക്ട് ചെയ്യുന്നത്, എന്താണ് കോസ്. നമുക്ക് ടൈം ലൈൻ കേസ് എടുത്തപ്പോൾ ടൈം ലൈനിലൂടെ നമുക്കിപ്പോ ആസ്മയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസ് സപ്രസ് ചെയ്തിട്ടുണ്ടോ, അലോപ്പത്തിക് മെഡിക്കേഷൻസ് എടുത്തിട്ടുണ്ടോ, അങ്ങനെ നമുക്ക് ആ ഒരു ടൈം ലൈനിന്ന് കോസ് കണ്ടെത്താം. പിന്നെ ആ ഡിസീസ് എന്ത് ചേഞ്ച് ആണ് ബോഡിയിൽ ഉണ്ടാക്കുന്നത്, അൾസറേഷനാണോ ഡിസ്ട്രക്ഷനോ അതോ പോളിഫറേഷൻ ആണോ, അതുപോലെ തന്നെ ഇൻഡുറേഷൻ ആണോ, അങ്ങനെ എന്ത് ചേഞ്ച് ആണ് ഡിസീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കണേന്ന് നോക്കാം. അത് പിന്നെ വരുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മയാസം ഏതാണ് പ്രോമിനന്റ് ആയിട്ട് വരുന്നത്, അതുപോലെ തന്നെ സൈഡ് എഫിനിറ്റി ഏത് സൈഡിലാണ് കൂടുതൽ അഫെക്ഷൻ ഉള്ളത്, പിന്നെ അതുപോലെ തന്നെ തെർമൽ, ചില്ലി ആണോ ഹോട്ട് ആണോ, തെർമൽ ഏതാണ് വരുന്നത്. നമുക്ക് ഇത് 3 മെയിൻ ആയിട്ട് മെത്തേഡ് ഓഫ് ട്രയാങ്കിൾസ് ചെറിയ രീതിയിൽ. കഴിഞ്ഞു സർ. കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട് സർ. അപ്പോ ഈ ക്ലാസ് ഇപ്പൊ നമ്മള് ഹിഡൻ പ്രോട്ടോകോളിനെ കുറിച്ചും മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിളിനെ കുറിച്ചും നിങ്ങൾക്ക് പരാമർശിച്ചു. നിങ്ങൾക്ക് ഒരു പുതിയ കേൾവി ആയതുകൊണ്ട് ചിലപ്പോ എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ ഈ ഭാഗങ്ങളെ, ഈ ഹിഡൻ പ്രോട്ടോകോൾ എന്നുള്ളതും മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ എന്നുള്ളത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും. ഇതിൽ ഓരോന്നിനും എന്തുകൊണ്ട് ഏതുകൊണ്ട് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയും. എന്താണ് വൈ വി സെലക്ട് ദിസ് നേച്ചർ, അല്ലെങ്കിൽ എന്താണ് നേച്ചർ എടുക്കാൻ കാരണം, അല്ലെങ്കിൽ ടെമ്പറമെന്റ് എടുക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ ഓർഗനോണിലുണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ മുന്നിൽ ഏതൊരു പേഷ്യൻ്റ് വരുമ്പോഴും ഈ പേഷ്യൻ്റ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ആണ് നമ്മൾ ഒരു സിംറ്റം എടുക്കുന്നത്. ഓൾസോ സിറ്റുവേഷൻ, ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ്, ആ വ്യക്തിയുടെ ഓക്കുപ്പേഷൻ, ആ വ്യക്തി ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം, ഇമോഷണൽ ആസ്പെക്ട്, ഇന്റലക്ച്വൽ ആസ്പെക്ട്, കോൺസെൻട്രേഷൻ, മെമ്മറി. അപ്പൊ ദീസ് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് വിച്ച് ആർ സോ എസെൻഷ്യൽ ടു മേക്ക് എ പ്രിസ്ക്രിപ്ഷൻ, ടു ഫൈൻഡ് ഔട്ട് ദ സിമിലർ റെമഡീസ് ഫ്രം ദി ടോട്ടാലിറ്റി, ബൈ ഡിസൈഡിങ് ദ ടോട്ടാലിറ്റി ഓഫ് സിംപ്റ്റം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിലൊറ്റ വഴി പറഞ്ഞുതരാം. ഏതൊരു രോഗം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയില്ല, ഇതൊന്നും അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിക്കാം.
ഇതിനിപ്പോൾ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ പറഞ്ഞില്ലേ, ഐ വിൽ ടേക്ക് ഓൺലി 5 to 10 minutes in order to understand all these things. 10 മിനിറ്റ് കൊണ്ട് ഈ പറയുന്നതെല്ലാം നമ്മുടെ കയ്യിൽ വരും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട വഴിയേ ഉള്ളൂ. ഒരു സിംറ്റം പറഞ്ഞു, കഫ് എന്നുള്ള സിംറ്റം നമ്മൾ പറഞ്ഞു. ഓക്കെ, എഴുതിക്കോളൂ കഫ്. അടുത്ത കഫ് എന്ന് പറഞ്ഞ ഒരു സിംറ്റം വന്നാൽ നമുക്ക് ആ സിംറ്റമിന്റെ ടോട്ടാലിറ്റി കണ്ടുപിടിക്കാനുള്ള തരത്തിൽ, അതായത് സിംറ്റമാറ്റോളജിക്കൽ അനാലിസിസിലെ ഓൺലി റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ എവിടെയാണ് കഫ് എന്ന് പറയുന്നത്? ദ ഓർഗൻ ഈസ് ലങ്സ്, സിസ്റ്റം ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം, ദ ഫങ്ഷൻ ഈസ് gaseous exchange. അപ്പോൾ ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, gaseous exchange. Those who know the defect of this in gaseous exchange, what are all the post effects come? നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഒരു ലങ്സിൽ വന്നു, ചുമ വന്നു, ചുമയ്ക്കുമ്പോൾ ലങ്സിലാണ് ഓർഗൻ. അപ്പൊ ഏതൊരു സിംറ്റം എഴുതുമ്പോഴും ഇടത് ഈ ഭാഗത്ത് ഓർഗനും സിസ്റ്റവും എഴുതുക, അതിന്റെ ഫങ്ഷൻ എഴുതുക. ഇപ്പുറത്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ചുമ, ലൊക്കേഷൻ, സെൻസേഷൻ, വാട്ട് ഷീ ഫീൽസ്, സെൻസേഷൻ, then modality and concomitant. ഈ രണ്ട് സൈഡിലൊരു 10 പ്രാവശ്യം എഴുതി നോക്കൂ. തീർച്ചയായിട്ടും ചുമ കഴിഞ്ഞു, തലവേദന, സെയിം ആസ് അബ്ഡമിനൽ പെയിൻ, അപ്പൊ എഴുതി നോക്കൂ. എഴുതുമ്പോ കുറച്ച് നാൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്റർ റിലേഷൻസ് മനസ്സിലാക്കി തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഹോളിസ്റ്റിക് വേ ഓഫ് അപ്രോച്ച് വന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു സിംറ്റമിനെ മാത്രം ഇൻസിസ്റ്റ് ചെയ്ത് അതിനെ മാത്രം മോഡിഫൈ ചെയ്ത് ഒരു മെറ്റീരിയൽ മെഡിക്കൽ പോയി സെലക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു മരുന്ന് കിട്ടിയെന്ന് വരും. ആ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് എഫക്റ്റ് ഉണ്ടായിന്നും വരും. കാരണം എന്താണ്? ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷൻസ് ചെയ്യാൻ പറ്റും. പാർഷ്യലി കംപ്ലീറ്റ് സിംറ്റമിനും ട്രീറ്റ് ചെയ്യണം. അതായത് എല്ലാ സിംറ്റവും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും പാർഷ്യൽ കിട്ടുന്ന സിംറ്റമിനെ കൂടുതൽ മാച്ച് ചെയ്തിട്ട് എഴുതുന്ന മെഡിസിൻ കൊണ്ടും രോഗം മാറും. ബാക്കിയുള്ളതിനെ പിന്നെ ചെയ്യുക. ദാറ്റ് വാട്ട് വി ആർ ഡൂയിങ്. നമ്മളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിംറ്റം കിട്ടുന്നു, അതിനെടുക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു, കൊടുക്കുന്നു, റിസർച്ച്. ബട്ട് ഞാനിതെല്ലാം പറയുന്നത് ക്രോണിക് കേസ് ലെവൽ 4th 5th 4ഉം 5ഉം ലെവലാണ്. ഹിഡൻ പ്രോട്ടോകോളിന്റെ ലെവലിലാണ് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. സാധാ മറ്റേ 1 to 4 അല്ല കേട്ടോ. ക്രോണിക് കേസുകൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ, അതായത് ഒരു ക്രോണിക് കേസും നമ്മുടെ കയ്യിലിരുന്ന് അത് ഡിസ്ട്രക്റ്റീവ് ആവാതിരിക്കാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ രോഗത്തെക്കുറിച്ചും അവയവത്തെക്കുറിച്ചും അതിൻ്റെതായ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി, കൂടാതെ ആ ഓർഗന് ഹിതം വരുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സിലോ അവസ്ഥകളോ ഉണ്ടെങ്കിൽ അതിനെ കൂടി പരിഗണിച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് കംസ് ദ അൺകോമൺ പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക് സിംഗുലർ സിംറ്റം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സിംറ്റം എടുക്കുന്നു. ഇപ്പുറത്ത് നിങ്ങൾക്ക് പാത്തോഫിസിയോളജിക്കലി ഇഫ് യു ആർ അനലൈസിങ് ദ പേഷ്യൻസ്, ഇന്ന ഓർഗൻ, ഇന്ന സിസ്റ്റം, ഇന്ന ഫംഗ്ഷൻ ഡിഫോമിറ്റി, ദാറ്റ് ഈസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്. യു ബോത്ത് ആർ ഗെറ്റിംഗ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടി കാർബോ വെജിറ്റബിൾസ്. വെൻ വി ആർ ഗോയിങ് ടു ദിസ്, if you are understanding this, you can understand something, and you are getting this, then how it is balanced. For example, ipo 5th level 6th level കിടക്കുന്ന ക്രോണിക് ആയിട്ടുള്ള കംപ്ലൈന്റ് ആകുമ്പോൾ ഇവരുടെ ആക്ഷൻ തന്നെ റിബ്സ് ഒക്കെ ഇങ്ങനെ വളഞ്ഞ് ഈ ക്ലാവിക്കളൊക്കെ ഇങ്ങനെ പോയിട്ട്, അതായത് ലങ്സിൽ കുറച്ച് പോർഷനിൽ മാത്രം ഇന്ന് റെസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അപ്പിയറൻസ് മനസ്സിലാക്കി നോക്കൂ. ആ ലങ്സിന്റെ ഇന്നർ കർവേച്ചറും ലങ്സിന്റെ കപ്പാസിറ്റി കുറവും റീകോയിലിംഗ് കപ്പാസിറ്റി എല്ലാം ഡിസ്ട്രോയിഡ് ആയിട്ട് കൊളാപ്സ് ലങ് അവസ്ഥയിൽ വരുന്ന ഒരു പേഷ്യന്റ് എങ്ങനെയായിരിക്കുക? അല്ലെങ്കിൽ ലങ്സിൽ വന്ന് കഫം നിറഞ്ഞ് അവര് 2/3 ഒക്കെ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ 1/3 കൊണ്ട് ശ്വസിച്ച് നടക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാരും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മറ്റുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അനലൈസ് ദ പേഷ്യന്റ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ pathological effect which is present within him, as well as what are all the symptoms in order to find out the remedy. പക്ഷെ ഈ സിംറ്റമാറ്റോളജി കറക്റ്റ് ആയിട്ട് എടുത്താലും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ പാത്തോളജി കവർ ചെയ്യാൻ സാധിക്കും. അതാണ് സക്സസ് വരുന്നത്. പക്ഷേ പാത്തോളജി കവർ ചെയ്യുകയാണെങ്കിലും ഇന്നത്തെ ആൾക്കാർക്ക് ആവശ്യം എന്താണ്? വാട്ട് ദേ വാണ്ട് ഈസ് വാട്ട് നെക്സ്റ്റ് ടു ഡു. അന്ന് കഴിച്ചിരുന്ന ഭക്ഷണ രീതിയല്ല ഇന്ന്, അന്നെടുക്കുന്ന കലോറി അല്ല ഇന്ന്, അന്നത്തെ ലൈഫ് സ്റ്റൈലല്ല ഇന്ന്. നമ്മൾ ആ ലൈഫ് സ്റ്റൈലിനൊപ്പം മാറ്റം വന്നുകൊണ്ട് നമ്മൾ ഈ പത്തോഫിസിയോളജിക്കൽ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ യൂണിവേഴ്സിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. വെൻ എ പേഷ്യന്റ് കംസ് ടു യു, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൂ ഈസ് ഷീ.
ആരാണ് അവര്, എന്താണ് ജെൻഡർ? ഇപ്പൊ നമുക്ക് ബയോഡാറ്റ മാത്രം എടുത്താൽ തന്നെ നമുക്ക് കുറെ റൂബ്രിക് കിട്ടും ഇല്ലേ? ഏത് ജെൻഡറാണ്, ഏത് ഏജാണ്, ഏത് ജോലിയാണ്, എന്തൊക്കെ സെക്സ്, ഓക്കുപ്പേഷൻ, എല്ലാത്തിൽ നിന്ന് തന്നെ വി ക്യാൻ കളക്ട് എ സിമ്പിൾ റൂബ്രിക്സ് ഫ്രം വിച്ച് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ബയോഡാറ്റ ഇറ്റ്സെൽഫ്. ആൻഡ് നെക്സ്റ്റ് ഇസ് എ നരേഷൻ. While they are telling his story, definitely you are able to understand what the narration which are presented. You can collect the symptoms from each. Narration നിന്ന് എല്ലാ symptoms നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. That is symptom to be expanded into the condition, that is location, sensation, modality and concomitant factors. കംപ്ലീറ്റ് സിംറ്റം കണ്ടു കിട്ടും. ഈ കംപ്ലീറ്റ് സിംറ്റമിൽ നമുക്ക് മെഡിസിൻ എടുക്കാൻ പറ്റും. ഈ നരേഷനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇവർ കഥ പോലെ പറയുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവർ പറയുന്നത് ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാം പറഞ്ഞോളാം പറഞ്ഞ ആലോചിച്ച് കൃത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? മെമ്മറി സോ ആക്റ്റീവ്. അതേ സമയത്ത് ഈ പറയുന്നതിനിടയിലെ ഒരു പോസ് വരും. തുടങ്ങുന്ന ദാറ്റ് വിൽ ബി ദാറ്റ് പോസ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സിംറ്റം ആഫ്റ്റർ എ പോസ് ഇൻ നരേഷൻ. ഇറ്റ് മേ ബി യൂസ്ഫുൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് എ സിമിലിമം. സിമിലിമം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ലക്ഷണമാകാം. ദാറ്റ്സ് ഓൺലി. ദ നെക്സ്റ്റ് ഈസ് എ പ്രസന്റിംഗ് കംപ്ലൈന്റ്. പ്രസന്റിംഗ് കംപ്ലൈന്റ് എടുത്തു, ഇതേപോലെ സിംറ്റം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ആഫ്റ്റർ ദിസ് പ്രസന്റിംഗ് കംപ്ലൈന്റ് യു ആർ ഗെറ്റിംഗ് ദ ഫിസിക്കൽ ജനറൽ, മെന്റൽ ജനറൽ, PQRS, പെക്യൂലിയർ, ക്യൂർ, റെയർ, സിംഗുലർ. ഇങ്ങനെ എടുത്ത കേസ് കറക്റ്റ് ആയിട്ട് എടുത്താൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഹിഡൻ പ്രോട്ടോക്കോളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ജനറലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. പോരെ, ഇന്ന് ക്ലാസ് ഇത്ര മതിയില്ല. ഇന്ന് 2 ക്ലാസ് നമുക്ക് സമയമായിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു അവസരം കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. നമുക്ക് ഒരു 5 മിനിറ്റ് അതിനെടുക്കാം. എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാകാതുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലാസ് ഉണ്ട്. അടുത്ത ക്ലാസ്സും വെയിറ്റ്. സേട്ട് സാറിന് സേട്ട് സാർ സംസാരിക്കുന്നു. സേട്ട് സാറ് ഞാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു തരാൻ. കേട്ടോ, നമസ്തേ സർ. അടുത്ത ക്ലാസ്സുകളിൽ വെച്ച് നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതായത് ഒരു ബിഗിനേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലായിരുന്നു പഠനം കൊടുത്തത്. കുറച്ച് ക്രോണിക്കും എന്നെ പോലെ കിടവന്മാരൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം പിള്ളേരെ വലുതായി വന്നാലേ ചെയ്യാവുള്ളൂ സിസ്റ്റം. നമ്മളൊക്കെ കാലഹരണം കെട്ട് പോയിക്കൊണ്ടിരിക്കും. യുവതലമുറ മുന്നോട്ട് വന്നാലും മാത്രമേ ഇനി ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ യുവതലമുറയ്ക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഡോക്ടറുടെ. നന്നായിരുന്നു. ഈ വരണം കൂടെ വരണം, വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി സാറ്. സാറിന് ഞാൻ കാലിക്കറ്റ് ഹോമിയോപ്പതി ഗ്രേഡ് BHMC ഉണ്ടായതാണ്. ആണോ? അതെ അതെ, BHMC. ഞാൻ സാറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പരിചയമാണ് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഞാൻ അവിടെ 93-ലാണെന്ന് തോന്നുന്നു. കാലിക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ BHMC ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതെന്താ വെച്ചാൽ ഒരു പത്തോഫിസിയോളജിക്കൽ അപ്രോച്ച് കൊടുക്കാം സാറേ. എനിക്കറിയാം പത്തോഫിസിയോളജിക്കൽ അപ്രോച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ക്ലാസ് എന്തായാലും നമ്മുടെ ഈ ഇതിലേക്ക് കൊടുക്കാം. നോക്കട്ടെ കേട്ടോ. ഞാൻ രീതിയും കൊടുക്കും. അത് ഒരു തരം മാത്രം ഉണ്ടാവില്ല. എന്റെ പ്രിസ്ക്രിപ്ഷൻ ആളിന് വേണ്ട തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക. പത്തോളജി ആയിരിക്കും. ഇപ്പൊ വരുന്ന ഞങ്ങളുടെ വരുന്ന കേസ് മിക്കവാറും അഡ്വാൻസ് പത്തോളജിയിലാണ് വരുന്നത്. അത് വലിയ മെനക്കെടും. ഫ്രഷ് കേസ് വരികയെന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്. ഒരുപാട് മനസ്സിലാക്കിയിട്ട് വരുന്ന ആൾ മാത്രമേ ഉള്ളൂ.
എന്നാലും ഇനി വളരെ സന്തോഷം. അജിന് ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ, സംശയം വരാൻ സാധ്യതയില്ല. അതെ, ഞാൻ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ആ, മാഡം. ഞാന് രാധാകൃഷ്ണൻ സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറ് എന്റെ ക്ലാസ് ഞാൻ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളതാണ്. സാധാരണ സേട്ടു സാറ് പറഞ്ഞ പോലെ പഠിച്ചു വരുന്ന തലമുറയ്ക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് സാറിന്റെ ഓരോ ക്ലാസ്സുകളും. നമ്മളൊക്കെ വയസ്സായെന്ന് സാറ് പറഞ്ഞ് ശരി തന്നെ. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സാർ എന്തായാലും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും IFPH തരണമെന്ന് ഒന്നുകൂടെ അപേക്ഷിക്കുകയാണ്. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. തരും സൗകര്യം. നന്ദി മാഡം. ധനേഷ് ഡോക്ടർ. ഞാൻ പ്രധാനമായിട്ടും ഈ രാധാകൃഷ്ണൻ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? കാരണം അത് നമുക്കാർക്കും ചിന്തിക്കാവുന്ന ലെവലിനും അപ്പുറമാണ്. പക്ഷെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സൂര്യ ഡോക്ടറെ കുറിച്ചാണ്. കാരണം സാറ് ഇവിടെ വേദിയിൽ വരിക മാത്രമല്ല, ഒരു പുതിയ ആളെ കൂടി ട്രെയിൻ ചെയ്ത് തകർപ്പൻ ഫാക്കൽറ്റിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കൂടെയുള്ള, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഈ രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഹോമിയോപ്പതി വളരുക തന്നെ ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ചും സൂര്യ അർജുൻ ഡോക്ടർക്ക് വളരെ നല്ല ഒരു അഭിനന്ദനം തരാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഹാൻഡ് റൈസ് ചെയ്തത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ദിവസങ്ങളിൽ ഇനി ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇടയ്ക്ക് നമ്മുടെ വേദിയിൽ വന്ന് ക്ലാസ് എടുത്താൽ അത് നന്നായിരിക്കും. സാറ് ഈ പറഞ്ഞ പോലെ സാറ് തുടർക്കഥ പോലെ പറയാമെന്ന് ഏറ്റിട്ടുണ്ട്. അടുത്ത ഇതുപോലെ ഒരു ബുധനാഴ്ച ആയിരിക്കും അടുത്ത ക്ലാസ്. അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് സാറിന്റെ ഒരു സൗകര്യം കൂടി നോക്കിയിട്ടായിരിക്കും. എന്തായാലും ബുധനാഴ്ചകളാണ് സാറിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. ഗുഡ്. നന്ദി ധനേഷ് ഡോക്ടറെ. ഇനിയിപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിന്ന് പിന്നെ ക്ലാസ് ഹലോ, മകനെ കൊണ്ടും ക്ലാസ് എടുപ്പിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ നിതീഷ്. അത് 26-ാം തീയതി ഇംഗ്ലീഷ് സെഷനിൽ ഡോക്ടർ നിതീഷ് ഇംഗ്ലീഷിൽ ഒരു സെഷൻ എടുക്കുന്നുണ്ട്. സാറിന്റെ മോനാണ് നിതീഷ് രാധാകൃഷ്ണൻ. അപ്പോൾ അതും ഒരു ഇനി നമ്മൾ രണ്ട് ഫീൽഡിലും ഒരേപോലെ പോകാൻ പരിപാടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് തരാം കേട്ടോ. മലയാളം ഇംഗ്ലീഷ് ഓൾട്ടർനേറ്റ് ചെയ്ത് തരാം. ഇപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ മലയാളത്തിൽ കിടന്നതാണ്. നെക്സ്റ്റ് ഞങ്ങളെങ്ങനെ മാറി തരാം കേട്ടോ. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്ത് തരാം. എത്രത്തോളം പറ്റുമോ ചെയ്തു തരാം. ഹോമിയോപ്പതിക്ക് വേണ്ടി ഒരു മടിയില്ല കേട്ടോ. എല്ലാ കുട്ടികളാണ് ശരിക്ക് സ്റ്റുഡൻസ് ഇപ്പൊ ശരിക്കും മനസ്സിലാവാത്തോണ്ടാ. ഇപ്പൊ ഇതുപോലെ ഒരു ചാൻസ് ഈ കുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വലിയ റിസൾട്ടാണ്. ഇപ്പൊ ഈ സൂര്യൊക്കെ പറഞ്ഞ ടോപ്പിക്കാരെന്ന് ആലോചിച്ചു, ഏത് കോളേജിൽ നിന്ന് എങ്ങനെ പഠിച്ചിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക? അതിന് പോലും അവർക്ക് സമയമില്ല. പക്ഷെ എവിടെ ചെന്നെത്താനാ ഹോമിയോപ്പതി? നമ്മളിപ്പോ ഇഷ്ടം പോലെ മെത്തേഡോ മറ്റു മെത്തേഡിലോ നമുക്ക് മെഡിസിൻ കണ്ടെത്തും, ലാപ്ടോപ്പ് ഉപയോഗിച്ചാൽ മതി. അതല്ല, നമ്മൾ നമ്മുടേതായ നമ്മുടെ ബ്രെയിനിനെ മോട്ടിവേറ്റ് ചെയ്ത് കുട്ടികൾ വരണമെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കണം. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാൽ പിന്നത്തെ കാര്യം അത്. പക്ഷെ കുട്ടികൾ വരിക, കുട്ടികളാണ് വളരെ പിന്നില്. സീനിയേഴ്സ് പിന്നെ എൻ്റെ സ്റ്റുഡൻസും ഒക്കെയുണ്ട്. കുട്ടികൾ ബാക്കിലേക്കാണ്. അതെല്ലാം വന്നാൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ വളരെ അത്ഭുതം തോന്നുക കുട്ടികളൊക്കെ വെച്ചാൽ എന്താ ഇങ്ങനെ, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, ബിക്കോസ് വാട്ട് ദേ നോ. അവർക്ക് എന്താ അറിയാം, എന്ത് ചെയ്യുന്നു. നമ്മൾ എന്തോരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും സിമ്പിളാണ്. സാറേ, അവര് മുമ്പോട്ട് നോക്കുന്നില്ല. അതായത് അവർക്ക് മുമ്പുള്ള തലമുറയിലെ ഇതുപോലുള്ള പ്രഗത്ഭരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെ കാണാൻ ശ്രമിക്കുന്നില്ല. അത് കണ്ടാൽ മാത്രം മതി, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറെ ക്ലിനിക്കിൽ പോയി ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയും അതുവഴി നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ രാധാകൃഷ്ണൻ സാറിനെ പോലെയും സ്റ്റേറ്റ് സാറിനെ പോലെയൊക്കെ ആകാൻ പറ്റും. അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അത് മൈനോറിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് ശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ശ്രമങ്ങളിലൂടെ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഇന്ന് ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും IFBSന്റെ പേരിലും എൻ്റെ പേരിലും അതുപോലെ തന്നെ ഡോക്ടർ സൂര്യക്കും അതുപോലെ രാധാകൃഷ്ണൻ സാറിനും
നന്ദി പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി ധനേഷ് ഡോക്ടറെ. ഇന്ന് നമ്മളുടെ ഈ 2151 പ്രതിദിന സൂം വെബിനാർ വളരെയധികം ഭംഗിയായി നടക്കപ്പെട്ടു. അതിന് ഒരിക്കൽ കൂടി രാധാകൃഷ്ണൻ സാറിനും സൂര്യരാജ് ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ബുധനാഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു രാധാകൃഷ്ണൻ.